ഈ വിവാദം ഉയർന്നപ്പോൾ തന്നെ ഞങ്ങളിത് പാർട്ടിയിൽ ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ കണ്ണൂരിലെ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയിലെ ഭാരവാഹികളിൽ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തുന്നതും യാതൊരു രീതിയിലുള്ള അയോഗ്യത ഇല്ലാത്ത ഒരാൾ അത് സണ്ണി ജോസഫിന്റെ ഭാര്യ സഹോദരനായി പോയി എന്ന ഒറ്റ കാരണത്താൽ അദ്ദേഹം മാറ്റി നിർത്തപ്പെടേണ്ട ആളുകളല്ല. മറ്റു പല ആളുകളും ഇതേ തലത്തിലുള്ള DCC തലത്തിലോ അതിൽ താഴെ തലത്തിലുള്ള മറ്റു പല ആളുകളും മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിതരായിട്ടുണ്ട്. അപ്പം അവരെ പോലെ തന്നെയോ അവരെക്കാൾ മുകളിലോ യോഗ്യതയുള്ള ആള് എന്ന നിലയിൽ ഇനിയിപ്പോ അങ്ങ് ചോദിച്ച ഒരു ചോദ്യം, അത് സണ്ണി ജോസഫിന്റെ രാഷ്ട്രീയ സത്യതയാ. ഇനിയിപ്പം എന്തെങ്കിലും മറിവോ തിരിവോ കളങ്കമോ ഉണ്ടെങ്കിൽ സണ്ണി ജോസഫിന് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഇദ്ദേഹത്തെ നിർത്തിക്കൊണ്ട് വേണമെങ്കിൽ ആ മന്ത്രിയുടേത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒഴിവാകാം. ഇവിടെ ധാർമ്മികതയുടെ പ്രശ്നം എന്ന് പറയുന്നത് അത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർ ഞങ്ങൾ ആണല്ലോ. ഇത് PSCയുടെ പരീക്ഷ എഴുതി പരീക്ഷാ പേപ്പറിനിടയിൽ ഒരാളെ റാങ്ക് ലിസ്റ്റിൽ തിരികെ കയറ്റിയോ അർഹതപ്പെട്ട വേറെ ഏതെങ്കിലും ഒരു ഉദ്യോഗാർത്ഥിയുടെ നിയമനം കളഞ്ഞുകൊണ്ടോ ഒന്നുമല്ലല്ലോ ഈ രീതിയിലുള്ള പേഴ്സണൽ സെക്രട്ടറിമാരെ നിയമിക്കുന്നത്. അത് പൂർണ്ണമായും പൊളിറ്റിക്കൽ നിയമനമാണ്. അത് കഴിഞ്ഞ 18-ാം തീയതി ഞങ്ങളുടെ മന്ത്രിസഭ അധികാരം ഏൽക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന 21 മന്ത്രിമാർക്കും പേഴ്സണൽ സെക്രട്ടറിമാരുണ്ടായിരുന്നു. ആ പേഴ്സണൽ സെക്രട്ടറിമാരൊക്കെ രാഷ്ട്രീയ കാരണങ്ങളാൽ മാർക്സിസ്റ്റ് പാർട്ടി കൊടുത്ത. പക്ഷെ ഇവിടെ മുമ്പൊരു മന്ത്രിയുടെ കാര്യം അങ്ങ് പറഞ്ഞല്ലോ. മന്ത്രിയുടെ മരുമകള് വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാളെ മന്ത്രിയുടെ സ്റ്റാഫാക്കി മാറ്റുന്നതിന് വേണ്ടി കുക്ക് എന്ന പദവിയിൽ അല്ലെങ്കിൽ അടുക്കളക്കാരി എന്ന പദവിയിൽ നിയമനം കൊടുത്ത ഒരു ചരിത്രം ഇവിടെയുണ്ട്. ഞാനിപ്പോ ആ വിവാദത്തിലേക്ക് ഒന്നുമല്ല പോകുന്നത്, അതല്ലല്ലോ നമ്മുടെ വിഷയം. ഇവിടെ അങ്ങ് ചോദിച്ചത് രാഷ്ട്രീയത്തിന്റെ ധാർമ്മികതയാണ്. ആ ധാർമ്മികതയിൽ ഞങ്ങൾ പറയുന്നു, ശ്രീ ബെന്നി എന്ന് പറയുന്ന ആള് കോൺഗ്രസിന്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ആള്, അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന നിയമനം അത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ എന്താ പറഞ്ഞ പാരമ്പര്യത്തിൽ അദ്ദേഹത്തിന് പാർട്ടി കൊടുത്തിരിക്കുന്ന പൊളിറ്റിക്കൽ നിയമനമാണ്.